وعليكم السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സുരാഹദീദികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും ഇല്ലാത്തവരുമായ ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മളെയൊക്കെ സൃഷ്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനകർഹനും അത്യുത്തമമായ നാമ ഗുണവിശേഷങ്ങളും ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂചിപ്പിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തെ ഉപദേശിക്കുന്നു. അങ്ങനെ സൂചിപ്പിച്ച് നരകായിന് അകറ്റപ്പെട്ട വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൊട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. ആമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയന്മാർ പഠിപ്പിച്ചു, അപ്രകാരം നമ്മളും ഓതി പഠിക്കണം. അതായത് ഈമാൻകാര്യമായിരുന്നു ആദ്യമായി സഹാബിയന്മാർ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. പിന്നീടായിരുന്നു ഖുർആൻ ഓതി കേൾപ്പിച്ച് ആ ഈമാൻകാര്യം ദൃഢപ്പെടുത്തുവാൻ വേണ്ടിയും അതുകൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അവർ ഓതി കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇരിക്കുകയായിരുന്നു. ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് അതും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയരെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആയിരുന്നു സഹാബിയന്മാർ ഖുർആൻ പഠിച്ചത്. അപ്രകാരം തന്നെ ആയിരിക്കണം നമ്മുടെ പഠനവും നമ്മുടെ മക്കളുടെ പഠനവും. ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കാതെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് നാം വിട്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ അപകടങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ നമ്മൾ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ മക്കളെ ഈമാൻകാര്യം പഠിപ്പിക്കണം. അതോടുകൂടി പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് എങ്ങനെ അമൽ ചെയ്യേണ്ടത് അതും കൂടി പഠിപ്പിച്ചുകൊണ്ട് ആ ജീവിതം എന്ത് ചെയ്യണം, അത് ജീവിതത്തിൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. മാതൃകയായി ജീവിച്ച് നമ്മൾ മാതൃക കാണിച്ചു കൊടുത്ത് അവർ നമ്മളെ പിൻപറ്റി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയന്മാർക്ക് എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചു അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മാതൃകയായി പഠിച്ച മാതൃകാ ജീവിതം സഹാബിയന്മാർ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാപ്തിമാക്കി ആ ഏകോപിച്ച മാർഗം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പഠിപ്പിച്ചത്. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിഞ്ഞു. മുഴുവൻ നരകത്തിലാണ്. എല്ലാ മില്ലത്തും വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ, ഒരു വിഭാഗം ഒഴികെ, ഒരു സമുദായം ഒഴികെ. അത് ആരാണ് ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, മാ ആന അലൈഹി സ്വഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ആ ചര്യകൾ ഏകോപിച്ച സഹാബിയന്മാരുടെ മാതൃക ജീവിതം അതായിരിക്കണം നാം പ്രാവർത്തികമാക്കേണ്ടത്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയന്മാർ പഠിപ്പിച്ചു തരാത്ത ഇബാദത്തുകളൊന്നും നമ്മൾ നിന്നും പഠിക്കാനും പാടില്ല. കുല്ല ഇബാദത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയന്മാർ അനുഷ്ഠിക്കാത്ത ഇബാദത്തുകളും പിന്നീട് അനുഷ്ഠിക്കേണ്ടതുമില്ല. അങ്ങനെ അനുഷ്ഠിച്ച് അത് നല്ലതാണ് എന്ന നിലയ്ക്ക് മാതൃകയില്ലാതെ നാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതാണ് അനാചാരം. ബഷറുമൂർ, മതകാര്യം ഷർറായ കാര്യങ്ങൾ അതിലൂടെയാണ് പഠിച്ചറിഞ്ഞുകൊണ്ട് അന്ധവിശ്വാസവും അനാചാരങ്ങളും ചെയ്തുകൊണ്ട് ഇസ്ലാം തെറ്റിപ്പോകുന്ന ഒരു ഭൂരിപക്ഷ സമൂഹങ്ങളുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ജീവനകളാണ് നമ്മളിലുള്ളത്. ഒന്ന്, മുസ്ലിമീങ്ങളായി തന്നെ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സ്വഹാബത്തും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനാചാരം ചെയ്യുന്നുകൊണ്ട്, ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് ഇസ്ലാം തെറ്റിപ്പോകുന്നു. മറ്റൊരു വിഭാഗം ഖുർആൻ ഹദീസ് പഠിച്ചറിയാതെ എന്ത് ചെയ്യുന്നു, ഖുർആൻ ഹദീസ് പഠിച്ചറിയാതെ ദ്വേച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നു.
അതായത് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു, അതായിരിക്കും നന്നാവുക. എൻ്റെ ശരീരം, എൻ്റെ ചോയ്സ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏതാനും ഖുർആൻ വചനങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ചെയ്യണം. ആ ആയത്തുകൾ നോക്കിയിട്ട് അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ ഗൗരവവും നിങ്ങൾ എന്ത് ചെയ്യണം, അവകാശത്തിൽ പഠിച്ചറിയണം. നമ്മളെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അതിനുള്ള ശ്രമത്തിലാണ് നാം ഉള്ളത്. ഒന്നാമതായിട്ട് ഓതിക്കേൽപ്പിക്കുന്നത് സൂറത്ത് അലഖിൽ നിന്ന് ഏതാനും വചനങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. സൂറത്ത് അലഖ് 6, 7, 8 വചനങ്ങളാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച്. ഇൻഷാ അല്ലാഹ് അർത്ഥവുമായി ഞാൻ പിന്നീട് നമ്മൾ സമീപിക്കുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ ഓതിക്കേൽപ്പിക്കുന്നത് സൂറത്ത് അംബിയായിൽ നിന്നും ഒരു വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ഇൻഷാ അല്ലാഹ് ഒരു വചനം കൂടി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സൂറത്ത് ഇസ്രാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. 81-ാമത്തെ വചനം. 82-ാമത്തെ വചനം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അല്ലാഹു ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീന വലാ യസീദു الظാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹു ജഅല ഖുർആൻ അളീം റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സാനിനാ ദഹാബു മിനാ. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അമുഖമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടി വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് മാറട്ടെ. സൂറത്ത് അലഖിൽ നിന്നും ഏതാനും വചനങ്ങൾ നിങ്ങൾ ഓതിക്കേൽപ്പിക്കുകയുണ്ടായി. നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണല്ലോ അലഖ്. ആദ്യമായി നമുക്ക് സൂറത്ത് അലഖിൽ നിന്നും 5 ആയത്തുകളാണ് അവതരിപ്പിച്ചത്. പിന്നീടായി അവതരിപ്പിച്ച 6-ാമത്തെ ആയത്ത്, 7-ാമത്തെ ആയത്തും 8-ാമത്തെ ആയത്തുമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ആയത്തുകൾ പറയുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇന്നൽ ഇൻസാന ലയത്ഗാ. വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിര് വിട്ട് കളയുന്നു. അൻ റആഹു ഇസ്തഗ്നാ. ധന്യനായി കണ്ടതിനാൽ, അവനെ ധന്യനായി കണ്ടതിനാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അതിര് വിട്ട് കൊണ്ടിരിക്കുന്നു, ധിക്കാരിയായിക്കൊണ്ടിരിക്കുന്നു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. നിശ്ചയമായും നിന്റെ റബ്ബിയിലേക്കാവുന്നു നിന്റെ മടക്കം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ വചനങ്ങൾ. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്.
മുസ്ലിമീങ്ങളായി ജനിച്ച് മുസ്ലിമീങ്ങളായി വളർന്ന് മുസ്ലിമുകളായി മരിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇടയിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം വ്യതിചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളൊക്കെ പഠിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളാണ് സുന്നികൾ, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിംകൾ, ഞങ്ങളുടെ വേഷവിധാനങ്ങളും ഞങ്ങളുടെ ജീവിത രീതികളുമൊക്കെ തന്നെ നിങ്ങൾ പിൻപറ്റണം. കേരളത്തിലെ മുസ്ലിംകൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ മഹാന്മാരോട് സഹായാഭ്യർത്ഥന, അതേപോലെ വഫാത്തായ പ്രവാചകനും പാപമോന്തേട്ടം, ജന്മദിനം കൊണ്ടാടൽ, ആണ്ട് കഴിക്കൽ, നേർച്ച കഴിക്കൽ, മരിച്ചവർക്ക് വേണ്ടി 3, 7, 40 ആണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് മരിച്ച വീടുകളിൽ പോയി ഖുർആൻ ഓതി കൂട്ടത്തോട് കയ്യുയർത്തി പ്രാർത്ഥിച്ച് ആമീൻ പറയിപ്പിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലി പള്ളിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യസ്കാരത്തിന് മുമ്പായി സ്വലാത്തുകൾ ചൊല്ലിയോ ഖുർആൻ പാരായണം ചെയ്തോ നിസ്കാരത്തിന് മുമ്പ് കഴിച്ചു കൂട്ടിക്കൊണ്ട് ഖബറിൽ വെക്കുമ്പോൾ തബാർക്ക് ഓതിക്കൊണ്ട് വെച്ചതിന് ശേഷം തഹ്ബീത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദരാക്കി തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. 2 മലക്കുകൾ വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധാരാളമായി അനാചാരങ്ങൾ ഇത് ദീനിൻ്റെ ഭാഗമാണ് എന്ന് മറ്റുള്ള ഭൂരിപക്ഷം വിവരമില്ലാത്ത ആളുകൾക്ക് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് നയിച്ചുകൊണ്ട് സാധാരണക്കാർ ആളുകളിൽ നിന്നും സമ്പത്തുകൾ അതിന് വേണ്ടി വാങ്ങി ഇവിടെ ജനങ്ങളെ അന്യായ മാർഗത്തിലേക്ക് തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സമൂഹമുണ്ട്. അവരുടെ ആധിപത്യമാണ് നമ്മുടെ പള്ളികളിലും അതേപോലെ മഹല്ലകളിലുമൊക്കെ തന്നെ നാം കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാർ അള്ളാഹു റസൂലെ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ദീനിൽ പാർത്ഥ്യമാക്കി ജനങ്ങളെ അന്യായ മാർഗത്തിലേക്ക് വിടുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പേ മുന്നേർപ്പ് നൽകിയുണ്ടായി. നമുക്ക് ധാരാളം ഇഖ്തിലാഫുകൾ ദീനിൽ കാണും. എൻ്റെ കാലശേഷം ആ സന്ദർഭത്തിൽ ഞാനും എൻ്റെ സഹാബത്തും ഏകോപിച്ച മാർഗം പഠിച്ചറിഞ്ഞുകൊണ്ട് ആ മാർഗത്തിൽ വിശ്വാസം പിൻപറ്റി ജീവിക്കേണ്ടതുണ്ട്. മിഥിൽ അൻഫുൽ ജമൽ, കടിഞ്ഞാണിൻ്റെ ഒട്ടകത്തെ പോലെ സാഹിബന്മാരുടെ ഇജ്മാഅ് ഏകോപിച്ച ആ മാതൃക സാഹിബി, ഞാൻ എൻ്റെ സാഹിബ് ചെയ്ത മാർഗത്തിലാണോ ആ മാർഗം ജീവിച്ച് പാർത്ഥമാക്കി യഥാർത്ഥ മാർഗത്തിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം വശറുൽ ഉമൂർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഷർറാണ്, മതകാര്യങ്ങൾ ഷർറായ കാര്യമാണ്. മഹ്ദാഹു പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത് ഖുർആൻ ഹദീസ് ഓതി കൽപ്പിച്ചുകൊണ്ട് ആണ് ഇത്തരം കർമ്മങ്ങൾക്ക് നബി അവർ നേതൃത്വം നൽകുന്നത്. ജിത്തിഹാദ് ചെയ്തുണ്ടാക്കുകയാണ് കർമ്മങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കർമ്മങ്ങളെ ജിത്തിഹാദ് ചെയ്ത്
ഖുർആനോ ഹദീസോ ഓതി കേൾപ്പിച്ചു കർമ്മങ്ങൾ ജിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കേണ്ടതില്ല. അതുണ്ടാക്കിയാൽ അതെന്താവുന്നു? ബിദ്അത്താണ്, വലാലത്താവുന്നു. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫർദ്, വല്ല പ്രവൃത്തി വെച്ചാൽ എൻ്റെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളിക്കളയണം. മൻ അഹദ ഫീ അമിനാ മാ ലൈസ ഫർദ്, ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി നിന്നിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർ ചെയ്തു, അത് അംഗീകരിച്ചു, അത് അംഗീകാരം. കൽപ്പനകൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് പുണ്യങ്ങൾ ചെയ്യുന്ന കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ട് അത് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മാതൃകകൾ ഇത് ജീവിതത്തിൽ പാർത്യമാക്കി ആ മാതൃകാ ജീവിതമാണ് നാം ജീവിതത്തിൽ പാർത്യമാക്കേണ്ടത്. സാഹിബിനെ പഠിപ്പിച്ചെടുത്തു, സാഹിബിമാർ മാതൃക സാക്ഷികളായി. അതാണ് നബി സാഹിബത്തും നമുക്ക് മാതൃക കാണിച്ചെന്ന ആ ജീവിതം. ആ ജീവിതമാണ് നാം ജീവിതത്തിൽ മാതൃകളുടെ ജീവിതമാണ് ജീവിതത്തിൽ പാർത്യമാക്കേണ്ടത്. അതാണ് സുന്നത്ത്. ആ സുന്നത്തെ നിമിഷമായ ചര്യകൾ, അതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത്. അത് ജീവിതത്തിൽ പാർത്യമാക്കി ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത്. അതിൽ പെടാത്ത കാര്യങ്ങൾ, നിമിഷവാസം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ദീനില് പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്നതാണ് ബിദഅത്ത്, വലാലത്ത്, വഴിച്ചു മാർഗം. ഈ ബിദഅത്തുകളിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. ബിദഅത്തുകളുടെ അപകടം എന്താൽ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിദഅത്ത് ചെയ്താൽ അനാചാരങ്ങളാണ് ബിദഅത്ത്. അത് ചെയ്തു കഴിഞ്ഞാൽ, പുതിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മാതൃകയായി നമ്മൾ സ്വന്തം ഗവേഷണം ചെയ്ത് ഖുർആൻ ഹദീസ് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കി ജന്മദിനം കൊണ്ടാടി അതിന് നമസ്കരിച്ച് കഴിഞ്ഞ ശേഷം കയ്യുയർത്തി പ്രാർത്ഥിച്ചു, മൗമിങ്ങൾ കയ്യുയർത്തി ആമീൻ പറയുന്ന സമ്പ്രദായങ്ങളും, മരിച്ചതിന് ശേഷം നമ്മൾ അടിയന്തരം കഴിക്കുന്നത്, മരിച്ചിടത്ത് ഖുർആൻ പാരായണം ചെയ്ത്, ഇതൊന്നും വിശ്വാസം ചെയ്യപ്പെട്ടതല്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് നല്ലതുമായിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ള സാഹിബേതന വരിയങ്ങൾ രക്ഷിക്കണേ, ഒരിശേക്കാക്കണേ, മുസ്ലിമിയെ പമ്പുറത്തേനെ, ഇങ്ങനെയുള്ള മരിച്ചവരോടുള്ള പ്രാർത്ഥനകൾ, രക്ഷിക്കണേ, കാക്കണേ, വരിയങ്ങൾ രക്ഷിക്കണേ, ഒരിശേക്കാക്കണേ, ഇങ്ങനെ രക്ഷാഭ്യർത്ഥകൾ, ഇതൊക്കെ എന്താവുന്നു? നബി സ്വയം പഠിപ്പിച്ച തരാത്ത കാര്യങ്ങളാവുന്നു. അതുകൊണ്ട് ഇതൊക്കെ തന്നെ എന്താവുന്നു? അനാചാരങ്ങളാവുന്നു, ദുരാചാരങ്ങളാവുന്നു. ആ ദുരാചാരങ്ങൾ ഇവിടെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലതുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്നൊരു ബോധ്യം വരുന്നവരെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നല്ലതല്ലേ, നല്ല കാര്യങ്ങളല്ലേ, പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത്. ഖുർആൻ ഹദീസോ പിൻബലമില്ലാത്തത്ര കാര്യങ്ങൾ, ബിദഅത്തുകൾ, വലാലത്തുകൾ, ദുർമാർഗങ്ങൾ പാർത്യമാക്കിയാൽ അല്ലാഹു തആല ചെയ്യൂല. ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരെ അവർ അമലുകളൊന്നും സ്വീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കില്ല മീൻ സാഹിബിൽ ബിദഅത്തി, ബിദഅത്ത് ചെയ്യുന്നവരിൽ നിന്ന് സർഫ് വലാഅദല ഫർളും സുന്നത്തും അമൽ സ്വീകരിക്കില്ല. അത് ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും സ്വീകരിക്കില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്ത് ചെയ്യണം? കാരണം ജനങ്ങളെ ഉപേക്ഷിക്കില്ല. കാരണം നല്ലതുകൾക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചെയ്യുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം തേടുന്നതും, അതേപോലെ തന്നെ വരിയങ്ങൾ രക്ഷിക്കണേ, വിശേഷിക്കാക്കണേ, രക്ഷാഭ്യാത്രങ്ങളും, അതേപോലെ തന്നെ മൗലൂദ് റാത്തി ഭദ്ദാത്ത് കുത്തിവെത്തുകളൊക്കെ നടത്തുന്നത് നല്ലത് ജനനം കൊണ്ടാണ്, നല്ലതുകളേക്കാണ്. അപ്പം ആ നല്ലതുകളേക്കുള്ള ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിട്ടുനിൽക്കൂല ഇതുവരെ. അത് തെറ്റാണൊരു ബോധം ഖുർആനോ ഹദീസോ പഠിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽപ്പെട്ട കാര്യമല്ല, സാഹിബന്മാരുടെ മാതൃകയിൽപ്പെട്ട കാര്യമല്ല. 3 നൂറ്റാണ്ടുകൾ ജീവിച്ച ഉത്തമന്മാരായ ആ പുണ്യവാന്മാർ ജീവിച്ച കാലഘട്ടത്തിലൊന്നും ഇതില്ല. മദ്ഹബ് ഇമാമിയങ്ങൾ ഇതിന് പിന്തുണ നൽകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പഠിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക. നമ്മൾ പഠിച്ചറിയാതെ, നമ്മൾ സമയമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ഒന്നും ഉണ്ടാക്കാൻ നമസ്കരിക്കാനും പഠിക്കും മദ്രസകളിൽ പോയിട്ട് തന്നെ സാധാരണക്കാർ ആളുകൾക്ക് തന്നെ. പിന്നീട് എന്ത് ചെയ്യുന്നു? കൂടുതൽ അങ്ങോട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് പിന്നെ ദീനി വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഖുർആൻ ഹദീസ് അർത്ഥത്തോട് വായിച്ച് പഠിക്കുന്നില്ല. നബി സാഹിബ് ജീവിച്ച മാർഗം എന്താണെന്ന് പഠിച്ചറിയില്ല. അതിൻ്റെ അപകടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങളിലൂടെയാണ് ഷിർക്കിൽ എത്തിക്കപ്പെടുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആരാധനകളോടും അല്ലാഹുവിനെ അർപ്പിക്കുക. അതാണ് തൗഹീദ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, പ്രാർത്ഥനകളൊക്കെ തന്നെ അല്ലാഹുവെ രക്ഷിക്കണേ എന്നുള്ളത് പ്രാർത്ഥനയാണ്. അല്ലാഹു പാപമൂർത്തിയാണേ,
പ്രാർത്ഥനയാണ്. അത് അള്ളാഹു സമർപ്പിക്കുക, അതിന് തൗഹീദ്. ആ അതേ സമയത്ത് അള്ളാഹുയെ രക്ഷിക്കണേ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുനബിയെ രക്ഷിക്കണേ, ബദീങ്ങളെ രക്ഷിക്കണേ, മുത്തുനബിയെ പാപം പൂർത്തി തരണമേ എന്ന് പറഞ്ഞാൽ അതെന്താ? അത് പ്രാർത്ഥനയായി, അത് ആരാധനയായി. ആരാധിക്കാൻ അള്ളാഹുവിക്ക് മുത്തുനബിയോട് പാപം തേടിയാൽ, മുത്തുനബിയോട് രക്ഷ ചോദിച്ചാൽ, മുത്തുനബിക്ക് ഇത്തരം കാര്യം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, നേർച്ചകളും വഴിപാടുകളും ഒക്കെ മരിച്ചവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇബാദത്തായി. ഇബാദത്ത് അള്ളാഹുവിനോട് അർപ്പിച്ചാൽ ശിർക്ക് വരും. ശിർക്കോടുകൂടി ബന്ധപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മാത്രമല്ല അമലുകൾ തന്നെ അള്ളാഹുവിന്റെ ബാധ്യതയായി കളയും. അപ്പൊ രണ്ട് ഗൗരവപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബിദ്അത്തിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. ഷർറൽ ഉമൂർ മഹ്ദാക്കുക, മതകാര്യം ഷർറായ കാര്യം നിർമ്മിച്ചുണ്ടാക്കിയതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പെടാതെ, സാഹിബിനെ പഠിപ്പിച്ചു കൊടുക്കാത്ത, മാതൃകയില്ലാത്ത കാര്യങ്ങൾ അത് നമ്മൾ പണ്ഡിത പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളിലൂടെ ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട്, ഹദീസ് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? രൂപങ്ങൾ നൽകുന്നു. നമ്മൾ മനസ്സിലാക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ ഫർളുകൾ ഇന്നതാണ്, സുന്നത്തുകൾ ഇന്നതാണ്, അതിൻ്റെ ഷർത്തുകൾ ഇന്നതാണ് ഒക്കെ പഠിപ്പിച്ചെന്നുണ്ട്. ഈ അനാചാരങ്ങളുടെ ഫർളും സുന്നത്തുകളും ഈ പണ്ഡിത പോയിരുമ്പോൾ ചോദിച്ചു നോക്കുക, ബബ്ബ എന്ന് പറയും. ഒന്നുമില്ല. മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്നതിന് ഷർത്ത് എന്താണ്, അതിന് ഫർള് എന്താണ്, അതിന് സുന്നത്ത് എന്താണ്, ഓരോന്നോരോന്ന് ചോദിക്കുക. ബിസ്വായുസ്മിയോട് പാപം ഷർത്ത് എന്താണ്, ഫർളാണ്, സുന്നത്ത് എന്താണ്? ഗൗരവപ്പെട്ട കാര്യങ്ങളല്ല അതൊക്കെ. മനുഷ്യർക്ക് നേർച്ചകൾ അർപ്പിക്കുമ്പോൾ അതിൽ ഫർള് എന്താണ്, സുന്നത്ത് എന്താണ് ചോദിച്ചു നോക്കുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ജാരങ്ങൾക്ക് പോയി സങ്കടം പറയുന്നതിൻ്റെ ഷർത്ത് എന്താണ്, ഫർളാണ് ചോദിച്ചു നോക്കുക. ഒന്നുമില്ല, ഒരു അടിസ്ഥാനമില്ല. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഷർത്ത് എന്താണ്, ഫർള് എന്താണ്, സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കിട്ടും. അള്ളാഹുവിനോട് പാപവിനോദത്തിൻ്റെ ഷർത്ത് എന്താണ്, തോബ ചെയ്യുന്ന ഷർത്ത് എന്താണ്, സുന്നത്ത് ഫർളാണ്, നമുക്ക് പാഠപുസ്തകം കിട്ടും. അങ്ങനെ നമസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ, ഹജ്ജിൻ്റെ എല്ലാ ഇബാദത്തുകൾക്കും ഷർത്ത് ഫർളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നുണ്ട്. വദൂവിൻ്റെ ഷർത്ത് ഫർള് പഠിപ്പിച്ചെന്നുണ്ട്. ഇന്നധികം പറയുന്നു, മൂത്രപ്പുരയിൽ പോകുമ്പോൾ വരുമ്പോൾ ഷർത്തുകൾ ഫർളുകൾ പഠിപ്പിച്ചെന്നുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഷർത്തും ഫർളും പഠിപ്പിച്ചതുണ്ട്. ആ ഷർത്തും ഫർളും ഇല്ല പഠിപ്പിച്ചിരാത്ത കാര്യങ്ങൾ യഥേച്ഛ പ്രകാരം എന്ത് ചെയ്യുന്നു, ഖുർആനോ ഹദീസോ കൂട്ടിമാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ആവിഷ്കരിച്ചതാണ് ദുരാചാരങ്ങൾ. ആ ദുരാചാരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വിട്ടു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് സാധിക്കണം? എന്ത് വേണം? പരിശുദ്ധ ഖുർആൻ കൂടി വായിച്ച് പഠിക്കണം. അത് ഹദീസ് പഠിച്ചറിയണം, ഇൽമ പഠിക്കണം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. എല്ലാ ആണുപെണ്ണുങ്ങളിലോടും അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ഇൽമ പഠിക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പ്രാധാന്യമാണ് അത്. ഒന്നാമതായിട്ട് ഇൽമ പഠിപ്പിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം നമസ്കാരം പോലും നിർബന്ധമാക്കാതെ ആ ഇൽമ പഠിപ്പിക്കുകയായിരുന്നു. 13 വർഷക്കാലം 84 സൂറത്ത് ഏകദേശം മക്കയിലാണ് അവതരിപ്പിച്ചത്. ഖുർആൻ ഓതിക്കൽപ്പിച്ചുകൊണ്ട് ഇൽമ പഠിപ്പിക്കുകയായിരുന്നു, അവരെ ശുദ്ധീകരിക്കുകയായിരുന്നു. ഈമാൻ കാര്യമായിരുന്നു ആദ്യമായി അവർ പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഈമാൻ കാര്യത്തിൽ ദൃഢീകരണം ഉണ്ടാകുവാൻ വേണ്ടി ഖുർആൻ ആയത്തിൽ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. അന്ധവിശ്വാസവും അനാചാരങ്ങളും ശുദ്ധീകരിച്ചു, യഥാർത്ഥ വിശ്വാസ ആചാരത്തിൽ കൊണ്ടുവന്നു. പിന്നീടാണ് സംസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള നിർബന്ധ കർമ്മങ്ങൾ അല്ലാഹു തആല മുഖേന നമുക്ക് നടപ്പാക്കിയത്. അതുകൊണ്ട് ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ചാൽ അത് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ വേളയിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ആ ഇൽമുക, ഇതിൻ്റെ ഇൽമ എന്താണ്? അവൻ ചോദിക്കും, അറഫ്തു കിതാബല്ലാഹ്, വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ അർത്ഥത്തോട് വായിച്ചു പഠിക്കണ്ടേ? അതാണ് പ്രാധാന്യം. വസദ്ദഖ്തു ബിഹി, സത്യമാക്കി എന്ന് പറഞ്ഞെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ പഠിപ്പിച്ചു കൊടുത്ത നബിയും സഹാബത്തും പഠിപ്പിച്ചെന്ന ആ മാർഗം, സാഹിത്യന്മാർ ഏകീകരിച്ച മാർഗം, അതായിരിക്കണം നാം ജീവിതത്തിൽ പാഠ്യമാക്കേണ്ടത്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥ മാർഗത്തിലൂടെ ജീവിച്ചു മരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എനിക്കുമാകട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുവാനും മനസ്സിലായാലും പഠിച്ചറിയുവാനും ആ ജീവിതത്തിൽ പാഠ്യമാക്കി മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖുമാകട്ടെ. മറ്റൊരു വിഷയം കൂടി നിങ്ങൾ ശരീരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി മനുഷ്യന്മാർ ഈ കാലഘട്ടത്തിൽ അപ്പോൾ അന്ധവിശ്വാസം, അനാചാര ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട്
ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലും കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിച്ചാൽ വഴിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായി ഖുർആൻ ഹദീസ് പഠിച്ചറിയണം. എന്നിട്ട് എന്താണ് അന്ധവിശ്വാസങ്ങൾ, എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് യഥാർത്ഥ ആചാരം, എന്താണ് അനാചാരങ്ങൾ മനസ്സിലാക്കി അന്ധവിശ്വാസം അനാചാരം വിട്ടുനിന്ന് യഥാർത്ഥ അനാചാരം വിട്ടുനിന്ന് യഥാർത്ഥ ആചാരത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണം. അത് ഖുർആൻ ഹദീസും പഠിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് സാധിക്കുള്ളൂ. അതല്ലാതെ മറ്റൊരു അറിവുമില്ല എന്നുള്ള കാര്യമാണ് ഇതുവരെ നമ്മൾ ശ്രദ്ധപ്പെടുത്തി. അടുത്തതായി സുപ്രധാനമായ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അതായത് മനുഷ്യ സമൂഹം, മുസ്ലിം സമൂഹം ഇതിന് പറ്റിയ മറ്റൊരു അപജയം, നമ്മളെ മക്കള്, അതേപോലെ തന്നെ സ്വന്തക്കാർ, ബന്ധക്കാർ, ആളുകൾ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. കാരണം എന്താണ്? ഇൽമിൻ്റെ കുറവാണത്. നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നു? സാധാരണ ചിന്തിക്കുക, ഇപ്പോൾ മദ്രസയിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ പോകും. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നു? അവർ 6ാം ക്ലാസ് 7ാം ക്ലാസ് 7ാം ക്ലാസ് അധികം കുട്ടികളും എന്ത് ചെയ്യുന്നു? അതോടുകൂടി മദ്രസ വിടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? കവിഞ്ഞു പോയാൽ 8ാം ക്ലാസ് വരെ പോകും. നമ്മൾ അവിടുന്ന് പോയാൽ ഇല്ല, 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നല്ല മദ്രസയിൽ പോക്കില്ല. കാരണം 8ാം ക്ലാസ്സോട് കൂടി എന്ത് ചെയ്തു? സ്കൂളിൽ ട്യൂഷനായി. പിന്നെ കൂടുതൽ മാർക്ക് കിട്ടാം, SLCക്ക് എന്ത് ചെയ്യണം? A+ കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ട്യൂഷനിൽ പോകാൻ വേണ്ടി 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സോട് കൂടി അധികം മദ്രസ പഠനം നിർത്തി വെക്കുന്നു. കഴിഞ്ഞു പോയാൽ വല്ല അറബി കോളേജുകളിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമായിരിക്കും. അങ്ങനെ അതോടുകൂടി ദീൻ വിദ്യാഭ്യാസം വിട്ടുകൊണ്ട് പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കാണ് പോകുന്നത്. വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളിലേക്ക്, ഉയർന്ന ഡിഗ്രികളിലേക്ക് പഠിച്ചു വരികയാണ്. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ ദീനി വിദ്യാഭ്യാസത്തിന് പഠനം നിർത്തേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ എത്തിപ്പെടുകയാണ്. അതിന് ഈ കുട്ടികൾ നല്ല വിദ്യാഭ്യാസ ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാഭ്യാസപരമായി ഒന്ന് പഠിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? അവരെ ദീനിൽ നിന്നും അകന്നു പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്, ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിരീശ്വരവാദത്തിലേക്ക് പോവുകയാണ്. ദൈവമില്ല, ഇവിടെ എന്ത് ചെയ്യാം? മരണത്തിന് ജീവിതമില്ല, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. ഇതിന് നമ്മൾ സ്വയം ഉണ്ടായി നമ്മൾ കാലം മരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ജീവിതകാലമാണ് മുഖ്യമായിട്ടുള്ളത്. ഈ ജീവിതകാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടാനുസരണം ജീവിക്കാം. അങ്ങനെ വിവാഹം ചെയ്തു ആ നിബന്ധന പ്രകാരം ജീവിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്ന ആവശ്യമൊന്നുമില്ല. ലിവ് ടുഗദർ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ ജീവിക്കാം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കാം, യാത്ര ചെയ്യാം, കിടന്നുറങ്ങാം, സ്വതന്ത്രമായി ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഈ ദുനിയാവിൽ എത്ര കാലഘട്ടമാണോ നമുക്കുള്ളത് അത്ര ജീവിതമുള്ളൂ. പിന്നീട് മരണത്തിന് ജീവിതമില്ല എന്നാണ് പാശ്ചാത്യർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ പാശ്ചാത്യ സമ്പ്രദായം എന്ത് ചെയ്യുന്നു? നമ്മളെ കോളേജുകളിലും സ്കൂളുകളിലും എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ തന്നെ ഗവൺമെൻറ് കോളേജുകളിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം പോയി കഴിഞ്ഞിട്ടെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഇരിക്കാവുന്ന വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുമാണ്. ബസ്സുകളിലും സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ബസ്സുകളിലും അതേപോലെ സ്കൂൾ കോളേജ് ചെന്നാലും ഒക്കെ തന്നെ ഒരുമിച്ച് ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുക എന്ന ആ വിഷയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു അടിമത്തത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടാനുസരണം ജീവിതം സാധിക്കുകയില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നു? സ്വയമായി അവർ ചിന്തിച്ചെടുക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് വലിയ അപകടകരമായ ഒരു ഭീഷണി നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലിവ് ടുഗദർ എന്നുള്ള അതാണ്. ഒരുമിച്ച് ജീവിക്കുക, ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമായി ജീവിക്കുക, അല്ലെങ്കിൽ ആണും ആണുമായി ജീവിക്കുക, കുട്ടികളെ പ്രസവിക്കുക, മക്കളെ പരിപാലിക്കുക, അതൊക്കെ പ്രയാസകരമായ ജീവിതമാണെന്ന്. സ്വന്തം സുഖസൗകര്യം നോക്കുക, ദേഹേച്ഛക്കാരനുസരിച്ച് ജീവിക്കുക,
മനത്തോട് ജീവിതം കഴിഞ്ഞു, ഇവിടെ ഇഷ്ടാനുസരിച്ച് ജീവിക്കാം, ഹലാൽ ഹറാം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സ്വാതന്ത്ര്യമായി ജീവിക്കാം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യ കുട്ടികൾ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ അപകടം. നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനുള്ള ചികിത്സ രോഗം അതാണ്. ഇവരെ ഞാൻ പറഞ്ഞ രോഗമാണ്. ഇതിന് ചികിത്സ കൂടി പറയുകയാണ്. അതിൻ്റെ ചികിത്സ ആയിക്കൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എല്ലാവരും പ്രസവിക്കപ്പെടുന്നത് ഫിത്രത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രകൃതിയോടുകൂടിയാണ് പ്രസവിക്കപ്പെടുന്നത്. അങ്ങനെ അവർ മാതാപിതാക്കളാണ് അവരെ യഹൂദിയാക്കുന്നതോ ക്രിസ്ത്യാനിയാക്കുന്നതോ അത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ മുശ്രിക്കാക്കുന്നതൊക്കെ മാതാപിതാക്കളാണ്. അതേപോലെ തന്നെ അത് മുഅ്മിനാക്കി വളർത്തുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കൾ എന്ത് വേണം, അവർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനാക്കി വളർത്തിയിട്ടില്ല എങ്കിൽ അവർ അതിന് ഒരേ പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അവസരമുണ്ടാക്കി കൊണ്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം അവർക്ക് നൽകേണ്ടത്. അങ്ങനത്തെ പാഠശാലകളിലായിരിക്കും നമ്മൾ ചേർക്കേണ്ടത്. അത് ഖുർആൻ പഠിക്കാൻ സൗകര്യമില്ലാത്ത, ഹദീസ് പഠിച്ചാൻ സൗകര്യമില്ലാത്ത, ഈമാൻ കാര്യം പഠിക്കാൻ, ഇസ്ലാം കാര്യം പഠിക്കാൻ, ഇസ്ലാമിക ചിട്ട പഠിപ്പിച്ച ആ ചിട്ട പഠിക്കുവാൻ, ആ ചിട്ടയോട് ജീവിക്കാൻ അവസരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ആണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അത്തരത്തിൽ അപകടങ്ങളിൽ നിരീശ്വരവാദത്തിലേക്ക് പോകാതെ ഏകവിശ്വാസത്തിലേക്ക് ചെറിയ ജീവിതം പാർട്ടിമാക്കി ജീവിക്കുന്ന ആ മാതൃകാ ജീവിതം പാർട്ടിമാക്കി എന്ത് ചെയ്യുക, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവാവുന്ന പാഠശാലകളിലായിരിക്കണം നാം അവരെ പഠിപ്പിക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ മക്കള് നമ്മൾ നഷ്ടപ്പെട്ടു പോകും, നിരീശ്വരവാദത്തിലേക്ക് പോകും എന്നുള്ള വിഷയമാണ്. ആ ഭയാനകരമായ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് അവർക്ക് സപ്പോർട്ടാണ്. പഴയ കാലങ്ങളിലൊക്കെ തന്നെ അധ്യാപകന്മാർക്ക് ഭയമുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇന്ന് അധ്യാപകന്മാർക്ക് കുട്ടികളെ ഭയമാണ്. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ചേർന്ന് ചിരിക്കുന്നു, കളിക്കുന്നു, കിടക്കുന്നു കണ്ടാൽ അരുതി എന്ന് പറഞ്ഞാൽ അത് ഫോൺ ചെയ്യുന്നു, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആഹ്വാനം വരുന്നു, പിടിച്ചു കൊണ്ടുപോകുന്നു. മാതാപിതാക്കളെ എന്ത് ചെയ്യുന്നു, ലോക്കപ്പിൽ വെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വസ്വാതന്ത്ര്യമായി ജീവിച്ചോളാനുള്ള ഒരു ഓർഡറാണ് ഇന്നത്തെ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കെന്തല്ല, അവരെ പിന്നാലെ ഓരോ മക്കളെ പിന്നാലെ പോയിങ്ങാണ്ട് അവരെ നേരാക്കാനും സാധിക്കില്ല. അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അവരുടെ മനസ്സിൽ നിന്ന് തന്നെ യഥാർത്ഥ ജീവിതം ഉണ്ടാകണമെങ്കിൽ, ഇസ്ലാമിക ജീവിതം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇസ്ലാമിക ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പാഠശാലകളോട് കൂടി നമ്മൾ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മക്കളെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ആ മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങളെ ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തുകളുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമതായിട്ട് ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറത്ത് അലഖിൽ നിന്നാണ്. ഇന്നൽ ഇൻസാന നിശ്ചയം, അങ്ങനെ വേണ്ട, നിശ്ചയം മനുഷ്യൻ അതിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. അവനെ ധന്യനായി കണ്ടിനാൽ നിശ്ചയമായും റബ്ബിങ്കിലേക്കാണ് അവൻ്റെ മടക്കം. അതായത് വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ കാര്യം മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അവതരിപ്പിച്ച ഒരു സൂറത്താണ് ഏത്? ഇഖ്റ ബിസ്മി. അത് 5 ആയത്തുകൾ കഴിഞ്ഞ 6ാമത്തെ ആയത്താണ്. ഇന്നൽ ഇൻസാന അല്ല, അങ്ങനെ വേണ്ട. ഇന്നൽ ഇൻസാന മനുഷ്യന്മാർ അതിൽ വിട്ടുകൊണ്ടിരിക്കുന്നു, ഇക്കാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്രകാരം ജീവിക്കാം. അതിരുവിടാണ് ഇസ്ലാമിക അതിര് വരമ്പുകളിൽ വിട്ടകന്നുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അധികാരത്തോടു കൂടി ഞാൻ തന്നെ മതി, വിദ്യാഭ്യാസമായി, ജോലിയായി, സമ്പാദ്യമായി,
ആ ഒരു ചിന്തയിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ഇന്ന ഇൻസാൻ ഏതോ അങ്ങനെ വേണ്ട, തുച്ഛമായ മനുഷ്യന് അതിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ധിക്കാരം ആയിക്കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവനെ കാണുന്നതിനാൽ സ്തവന, ധന്യനായി കാണുന്നതിനാൽ, ഐശ്വര്യവാനായി കാണുന്നതിനാൽ, സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ ധിക്കാരിയായി തീരുന്നു. തീർച്ചയായും നിന്റെ റബ്ബിങ്കിലേക്കാണ് നിന്റെ മടക്കം എന്നൊരു ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല, ഇഹലോക ജീവിതത്തോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് ചിന്താഗതി. അതുകൊണ്ട് തന്നെ ഇനി വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇഹലോക ജീവിതത്തിലുള്ള ഈ ജീവിതം ഇത് മഴയിൽ ഉയർന്ന കുമിളകൾ പോലെയാണ്. ആ കുമിളക്ക് എത്ര സ്ഥാനമാണ് ഇവിടെ ഉള്ളത്, അത്രേ എന്തുള്ളൂ ഇഹലോക ജീവിതത്തിൽ സ്ഥാനമുള്ളൂ. പരോ ജീവിതം വിശാലമാണ്, മരണത്തിന് ജീവിതമുണ്ട്. അവിടെ എന്തുണ്ട്, ചോദ്യം ചെയ്യപ്പെടും, അവിടെ ചോദ്യമുണ്ട്, പരോ ചോദ്യമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈമാൻ കാര്യം ഊട്ടിയുറക്കുന്ന വിദ്യാഭ്യാസം നമ്മൾക്കും അതേപോലെ നമ്മുടെ മക്കൾക്കും നാം ഖുർആനിലൂടെ ഹദീസ് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വഴിച്ചു പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു തആല ഏറ്റവും ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അർത്ഥപൂർവ്വമായി വായിച്ചു പഠിക്കുക, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക, ദുഷ്ടരായ പഠിച്ചറിയുക, നമ്മൾ പഠിക്കുക, നമ്മൾ മക്കൾക്കും പഠിപ്പിച്ചു വരുവാനും അവസരം ഉണ്ടാക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് ഞാൻ വിനയത്തിൽ അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റ് ഒരാഴ്ച കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി. കാര്യങ്ങൾ നമ്മൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ പരിഭാഷകളിൽ പോയിക്കൊണ്ട് നമ്മൾ പഠിച്ച് കൂടുതൽ മനസ്സിലാക്കണം. നമ്മൾ സ്വന്തം ഭക്തക്കാർക്ക് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസ ആചാരത്തിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് ഇത്ര കുറച്ച് സമയം നാം ചെലവഴിക്കുന്നത്. നോക്കുക, മറ്റൊരായത്ത് പറയൂ പ്രവാചകരെ, സത്യം വന്നു കഴിഞ്ഞു, പരിശുദ്ധ അവതരിപ്പിക്കപ്പെട്ടു, അത് വിശദീകരണമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം നൽകി. വസഹഖൽ ബാത്തിൽ, ഇന്ന് ബാത്തിൽ എന്ത് ചെയ്യുന്നു, നാമവിശേഷമായി പോകുന്നു, നശിച്ചു പോകും. കാരണം ഇരുട്ടിലേക്ക് ടോർച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചം വന്നു. ഇരുട്ടിൽ വിളക്ക് എത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശമായി. രാത്രിയിൽ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് പോയി, വെളിച്ചമായി. ഇപ്പോൾ ഇരുട്ട് ജാഹിലിയ കാലഘട്ടം, അതായത് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇൽമില്ലാത്ത ഒരവസ്ഥ, ജഹാലത്ത്, അതിന് ഇരുട്ട്, ശിർക്കും ബിദ്അത്തും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം. അവിടെ എന്ത് ചെയ്തു, തൗഹീദ്, ഇത് വെളിച്ചം, ആരാധിക്കാൻ അല്ലാഹു മാത്രമാകുന്നു, ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ബരീങ്ങൾ രക്ഷിക്കണേ, മുഹദീശക്കെ കാക്കണേ. ഇന്ന കാലഘട്ടത്തിൽ മുത്തനബി അപ്പാമ്പുത്തരനെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, സമസ്തക്കാർ പ്രാർത്ഥിച്ചു വന്ന പോലെ ആ കാലഘട്ടത്തിൽ ഖുർആൻ അവതരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഇങ്ങനെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും രക്ഷാഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് അവർ ബിംബങ്ങൾ ഉണ്ടാക്കി ഹെബാലയത്തിൽ അവർക്ക് മുമ്പ് പോയി ബലിപീഠങ്ങളെ അറുത്ത് അവർ നേർച്ചകളാക്കി അവർ അള്ളാഹുലേക്ക് ശുപാർശക്കാരാണ്, ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്ന വിശ്വാസമായിരുന്നു മക്കയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതോടുകൂടി മരണത്തിന് ജീവിതമുണ്ട് അവർ വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു. അള്ളാഹുവാണ് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആഹാരം നൽകുന്ന അള്ളാഹുവാണ്, മഴ വർഷിക്കുന്ന അള്ളാഹുവാണ്, സുഖസൗകര്യങ്ങൾ നൽകുന്ന അള്ളാഹുവാണ്, പ്രയാസം ഉണ്ടാക്കുന്ന അള്ളാഹുവാണ് വിശ്വസിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഇഹലോകത്തായിരുന്നു. അപ്പോൾ ഇഹലോകത്ത് അവർക്ക് ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുലേക്കുള്ള ഇടയാളന്മാരാക്കി വെച്ചിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാം. മാത്രമല്ല 160ഓളം മഹാന്മാരുടെ ബിംബങ്ങൾ ആ കബാലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്ത മഹാന്മാരുടെ അടുത്തേക്ക് അവർ പോയി കൊണ്ട് ആ ബിംബങ്ങളുടെ മുമ്പിൽ അവർ പറയുമ്പോൾ കല്ലിനോടല്ല അവർ ചോദിക്കുന്നത്, ആ ബിംബങ്ങളെ ആരെയാണോ, ആ ചിത്രത്തെ ആരെയാണോ പ്രതിനിധീകരിച്ചിരിക്കുന്നത് ആ മഹാനോടായിരുന്നു അവർ സങ്കടം പറഞ്ഞിരുന്നത്. അക്കാര്യം എന്ത് ചെയ്യുന്നു, ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വൈബിയെ നമുക്ക് സഹായപ്പെടുന്ന ഒക്കെ തന്നെ ആരാധനകളാവുന്നു. രക്ഷിക്കണേ, കാക്കണേ, പാമ്പുർത്തേനെ ഉള്ള സങ്കടം പറച്ചിലും ഒക്കെ തന്നെ ആരാധനകളാവുന്നു. വൈബിയെ നിലക്കുള്ള സഹായപ്പെടുത്തേണ്ടത് ആരാധനകളാവുന്നു.
ആരാധനക്ക് അള്ളാഹു ആവുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല. തുഹിയൂ, നിങ്ങൾ വിജയം വരിക്കാം. അതായിരുന്നു ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രബോധനം. വിശ്വാസിമാർ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ പറയുവീൻ, പ്രഖ്യാപിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും തുഹിയോ, നിങ്ങൾ വിജയം വരിക്കാം എന്നായിരുന്നു വിശ്വാസം ആദ്യമായി പ്രബോധനം ചെയ്ത്. അധികം ആളും വിശ്വസിച്ചില്ല, ധിക്കരിക്കുകയുണ്ടായത്. കാരണം ആരാധനക്ക് അവർ ചെയ്യുന്ന പൂർവികന്റെ വാപ്പപ്പന്മാർ ചെയ്തു പോന്നിരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമിനോടൊക്കെ രക്ഷ ചോദിച്ചുകൊണ്ട്, അവർക്ക് നാട്ടുകൾ അർപ്പിച്ചുകൊണ്ട്, അവരോട് പാപവും ചെയ്തുകൊണ്ട്, അവരുടെ സങ്കടം പറഞ്ഞുകൊണ്ട്, അവരുടെ പേരിൽ അറുത്തുകൊണ്ടൊക്കെ ആരാധനകൾ അവർക്ക് അർപ്പിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തായാലും തയ്യാറായില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെയല്ലേ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മളിൽപ്പെട്ട വിവിധ ആളുകൾ, പണ്ഡിത പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു, ഉത്സാഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുപോയ മഹാന്മാരോട് രക്ഷ ചോദിക്കുവാനും, ഖബറിൽ പോയി സങ്കടം പറയുവാനും, വഫാത്തായ പ്രവാചകന്മാരോട് പാപം തേടുവാനും സാധുകളിൽ ഒരുമിച്ച് കൂട്ടുന്ന രംഗം നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഹാക്കുകൾ, മുഴുവൻ റാത്തി ബദ്ദാദ് കുത്തിവെത്തുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മരിച്ചു പോയവരോടുള്ള അതിലൂടെ മരിച്ചു പോയവരോട് രക്ഷ ചോദിച്ചുകൊണ്ടും അവരുടെ സങ്കടം പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അറബിയിലായതുകൊണ്ട് മൗലൂദിൻ്റെ ആദ്യം ഹദ്ദാദും കുത്തുവീൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സത്ത അതാണ്. മരിച്ചവരോട് സഹായം ചോദിക്കുന്ന, അവരെ രക്ഷ ചോദിക്കുന്ന ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല പച്ച മലയാളത്തിൽ സ്വലാത്ത് നഗർ കൊണ്ടുപോയിങ്ങാണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു ബാബുമുർത്തേനെ എന്നുകൂടി എന്ത് ചെയ്യുന്നു, അവരെ ക്രിസ്ത്യാസയാണ്, അത് അനുവദീയമായി ജായിസാകുന്നു എന്നാണ് അവരെന്ത് ചെയ്യുന്നത്, വെള്ളപ്പൂശി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു റസൂലും പഠിപ്പിച്ചാത്ത കാര്യങ്ങളാണത്. അതെന്താവുന്നു, ഷിർക്കാണ്, അനാചാരങ്ങളാണ് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം മക്കളുടെ ജനങ്ങൾ ചെയ്തപ്പോൾ അത് അരുത് അള്ളാഹു അല്ല, അത് ആരാധനയാണ്, അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ അയച്ചത്. അങ്ങനെ എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. കുറേശ്ശെയായി ഇസ്ലാമിലേക്ക് വന്നു. മക്ക വധയോടുകൂടി ഭൂരിപക്ഷം മക്കാരും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം അങ്ങോട്ട് ആ പഴയ ചരിത്രം, ഈ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. നരകത്തിൽ ഇടുന്ന പോലെ തന്നെ ആ നരകക്കുട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് വെളിച്ചം, ഖുർആനാവുന്ന വെളിച്ചം നൽകിക്കൊണ്ട് അത് സംസ്കരിച്ചെടുത്ത് ആ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ പഠിച്ചറിയണം. അത് ഹദീസും പഠിച്ചറിയണം. അങ്ങനെ പഠിച്ചറിഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ള ഇരുട്ടുകളെ പോയിട്ട് വിളിച്ചു വരും. ആ അന്ധവിശ്വാസം, അനാചാരം പോയി ഇൽമ് വരും. അതല്ലാതെ മറ്റു ഇൽമ് വേറെയില്ല. പണ്ഡിതന്മാർ പറയുന്നതൊന്നും ഇൽമല്ല, ഖുർആനും ഹദീസുമാണ് ഇൽമ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ വഴിച്ചു പോകുന്ന ആവർത്തിച്ച് സാധാരണക്കാരായ ആളുകൾക്ക്, സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ അപകടത്തിൽപ്പെട്ടു പോകും. പണ്ഡിത പുരോഹിതന്മാരുടെ പിന്നാലെ പോയാൽ നമ്മൾ വഴി വെച്ചു പോകും. അവരുടെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂടിയിട്ട വെള്ളം കുടിപ്പിച്ചുകൊണ്ടും, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വലാത്ത് നഗറിലും ഒക്കെ പോയി നോക്കിയാൽ സമ്പത്ത് വസൂലാക്കാനുള്ള കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ജനങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി റുഹ്ബാൻ യഖൂലുന അംവാലുന്നാസ് ബിൽ ബാതിൽ വയസ്ഉദൂന സബീലില്ലാഹ്. എന്തിനാണ് അള്ളാഹു തആല പറഞ്ഞത്? ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങൾ സമ്പത്ത് ഗണ്യമായി ചെയ്യും, യഥാർത്ഥ മാർഗം തെറ്റിച്ചളയുകയും ചെയ്യും എന്ന് അള്ളാഹു തആല എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പൂർവികന്മാരും ചെയ്തിരുന്നു, പിന്നീടുള്ളവരും അങ്ങനെ ചെയ്യും. ധാരാളം പണ്ഡിതരുണ്ടാവും, അത് പിന്നാലെ പോകരുത്. അതുകൊണ്ട് വിശ്വാസമായി പിൻപറ്റി ജീവിക്കണം, തൗഹീദിലേക്ക് തിരിച്ചു വരണം. അതാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു നമ്മളോട് പറഞ്ഞത്. എന്തെന്ന് ഇൽമ് ഇവിടെ അവതരിപ്പിച്ചിരുന്നു. ഖുൽ, പറയുക പ്രവാചകരെ, ജാഅൽ ഹഖ്, സത്യം വന്നു കഴിഞ്ഞു, വസഹഖൽ ബാതിൽ, അസത്യം എന്ത് ചെയ്യുന്നു, മാഞ്ഞുപോയി, അല്ലെങ്കിൽ നാമവിശേഷമാവും വായി. ഇന്നൽ ബാതിൽ കാന സഹൂഖാ, നിശ്ചയമായും ബാതിൽ അയഥാർത്ഥം നാമവിശേഷമാകും, അത് ഇല്ലാതായി പോകും. വെളിച്ചത്തിലേക്ക്, ഇരുട്ടിലേക്ക് വെളിച്ചം വന്നാൽ ഇരുട്ട് മാഞ്ഞു പോകുന്നവരെ അന്ധവിശ്വാസം അനാചാരങ്ങളിൽ ചെയ്തുകൊണ്ട് കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വെളിച്ചം അവതരിപ്പിച്ചു. അങ്ങനെ അത് പഠിച്ചറിഞ്ഞ് സ്വീകരിച്ചവർക്കൊക്കെ എന്ത് ചെയ്തു, ആ ഇരുട്ട് പോയി, അത് വെളിച്ചത്തിലേക്ക് വന്നു.
യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥ ഈമാനിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥ ആചാരങ്ങളിലേക്ക് വന്നു, ശുദ്ധീകരണം ഉണ്ടായി. അങ്ങനെ ശുദ്ധീകരണം നമ്മളും ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വെളിച്ചത്തിലേക്ക് വരണം, ഇൽമിലേക്ക് വരണം എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്ന സന്ദേശം. ഇത് പഠിച്ചറിയണം, എങ്കിലേ നമ്മൾ ഇൽമിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നല്ല. പണ്ഡിത പിന്നാലെ പുരോഹിതമായ പിന്നാലെ കൂടിയാൽ ഒരിക്കലും നമുക്ക് ഈ ഇൽമിലേക്ക് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇരുട്ടിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. നുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ ആ കാലഘട്ടത്തിൽ നിന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച കാലഘട്ടം നസ്സിലു അല്ലാഹു തആല പറയും, നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ നിന്നും മാ ഹുവ ശിഫാഉൻ, അത് ശിഫയാണ്, അത് എല്ലാ രോഗങ്ങൾക്കും ശിഫ. അതിലുണ്ട് നമ്മളെ ശാരീരികമായും മാനസികമായും നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ തന്നെ ഖുർആൻ പ്രതിവിധിയാവുന്നു. അതും പഠിച്ചറിയണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെല്ലാ വിശ്വാസങ്ങളും ദൃഢമാവുകയുള്ളൂ, നമ്മൾ കർമ്മങ്ങൾ ഒക്കെ തന്നെ യഥാർത്ഥ രൂപത്തിലാവുകയുള്ളൂ. എല്ലാ രോഗങ്ങൾക്കും ശിഫ ഖുർആനിലുണ്ട്. അതാണ് അല്ലാഹു തആല പറയുന്നത്, മുനസ്സിലു, നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും. വിശുദ്ധ അവതരിപ്പിച്ച കാലഘട്ടം ആണ് ഇത്, ഓർക്കുക. മുങ്ക് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാഹു ശിഫാവുൻ, അത് അയാത് ഹുവ, അത് ശിഫാവുൻ, ശിഫയാണ്, അത് ശമനമാകുന്നു, അത് പ്രതിവിധിയാകുന്നു, എല്ലാ രോഗങ്ങൾക്കും ശിഫയാകുന്നു. റഹ്മത്തും കാരുണ്യമാകുന്നു ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അത് വിശ്വസിക്കുന്നവർക്കാണ് കേട്ടോ, വിശ്വസിക്കാത്തവർക്ക് അത് ശിഫയാവില്ല. ഓർക്കുക, ഖുർആൻ വിശ്വസിക്കണം. ഇമാൻ കാര്യപ്പെട്ട കാര്യമാണ് അള്ളാഹു വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളുടെ വിശ്വാസം, ഗ്രന്ഥങ്ങളുടെ വിശ്വാസം, പ്രവാചകങ്ങളുടെ വിശ്വാസം. അള്ളാഹുലും അള്ളാഹുവിന്റെ മലക്കുകളിലും പ്രവാചകന്മാരും ഗ്രന്ഥങ്ങളും വിശ്വസിക്കണം. പ്രവാചകന്മാർ പറയുന്നത് സത്യമാകുന്നു. പ്രവാചകൻ മോദി കൽപ്പിച്ചുള്ള വിശുദ്ധ ഖുർആൻ അത് വിശ്വസിക്കുന്നവർക്ക് എന്താകുന്നു, ഇത് ശിഫയാകുന്നു, ശമനമാകുന്നു, എല്ലാറ്റിനും പ്രതിവിധിയാകുന്നു. റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതാണ് കാരുണ്യമാകുന്നു. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ, സ്വാലിമീങ്ങൾക്ക്, അക്രമികളായ ആളുകൾക്ക് നഷ്ടമല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ ഇത് വിശ്വസിക്കാതെ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഷിർക്ക് ചെയ്തിരിക്കുന്ന, ഉൽമി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹു രക്ഷാഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുലേക്ക് ഇടിയാന്മാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന, മഹാന്മാരെ ശുപാർശക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്ന, ഇഹ്ലാക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ വാലിമീക അക്രമികൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. കാരണം എന്താ നഷ്ടം? പരലോകത്ത് ഇത് വിശ്വസിക്കാതെ ഇതിനൊക്കെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കലാന്തരം നരകമായിരിക്കും കിട്ടുക. അവർ ഇതിന് അതാണ് അവർക്ക് സംഭവിക്കുന്നത്. വിശ്വസിക്കാതിരിക്കുമ്പോൾ നഷ്ടം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് നഷ്ടമായിരിക്കും ഉണ്ടാക്കുക. വല യസീദുൽ ഇല്ലാ ഹസാറ, നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. ഇത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് സ്വീകരിക്കണം, ഉൾക്കൊള്ളണം എന്ന് അല്ലാഹു തആല നമ്മൾ നൽകുന്നത്. ഇത്ര കാര്യങ്ങളൊന്നും ചെയ്യുക, പഠിച്ചറിയുക. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിക്കാതിരുന്നാൽ നമ്മൾ വഴി തെറ്റിപ്പോകും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. സമയം ദീർഘിച്ചു പോയി എങ്കിലും ഒരായത്തിൻ്റെ നമ്മൾ ഓതി വെച്ചിട്ടുണ്ട്. അതിനൊരു അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വഫ്തുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്ത് അംബിയായിൽ നിന്നും 10-ാമത്തെ വചനമാണ് ഓതി കേൾപ്പിച്ചത്. أعوذ بالله من الشيطان الرجيم. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. لقد أنزلنا, നിശ്ചയമായും നാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇലൈക്കും, നിങ്ങളിലേക്ക്, കിതാബാ, വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്, ഫീഹി, അതിലുണ്ട്, ദിക്റുക്കും, നിങ്ങൾക്ക് ഉപദേശമുണ്ട്, മനുഷ്യരെ, ജനങ്ങളെ. ലഖദ് അൻസൽനാ ഇലൈക്കും, നിശ്ചയമായും നാം നിങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു, കിതാബാ, വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ഫീഹി, അതിലുണ്ട്, ദിക്റുക്കും, നിങ്ങളുടെ വേണ്ട ഉപദേശങ്ങളിലുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ അഫലാ തഅഖിലൂൻ, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ലേ? ഇത് ഖുർആൻ അർത്ഥം വായിച്ച് പഠിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇവിടെ അല്ലാഹു തആല സൃഷ്ടിച്ച കാര്യങ്ങൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം മരിക്കുന്നത് ഇഷ്ടപ്രകാരമാണ്. നമ്മുടെ മരണങ്ങൾ നമുക്കറിയില്ല. ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധാവുണ്ട്. ആ ശ്രദ്ധാവിന്റെ കൽപ്പനയ്ക്ക് വാക്കുമാറ്റി ജീവിച്ചിട്ടില്ലെങ്കിൽ അനാഥ ജീവിതത്തിൽ നമുക്ക് ചെയ്യുന്നു അപകടം പോകും. അല്ലാഹു സത്യമാണ്, പ്രവാചകന്മാർ സത്യമാണ്, അല്ലെങ്കിൽ സത്യമാണ്,
വിശേഷങ്ങൾ തെളിവില്ലാതിരിക്കണം. മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ മുന്നറിയിപ്പാണ് നമുക്ക് പരിശുദ്ധമായി നൽകുന്നത്. വിശദമായി ധാരാളം പറയേണ്ടത് നമുക്ക് ചിന്തിക്കുന്നു. കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ വിശ്വാസ സാഹിത്യ മാതൃക മാനവ സാഹിത്യം ഏതൊരു മാർഗം സാഹിത്യമായി ഏകീകരിച്ച മാർഗം ആ ജീവിതമാർഗം പെടാതെയായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ജീവിതമാക്കി നമുക്ക് മാതൃകയായി ജീവിച്ച് ഇത്ര കാലം തന്നെ മുന്നോട്ട് സാധാരണ നമ്മൾ ആളുകൾക്ക് പരസ്പരം തിരിച്ച് ജീവിച്ച് മാർഗത്തിലൂടെ ജീവിച്ച് വിശ്വാസം മുട്ടാകുന്നത് ഏക വിശ്വാസത്തോടും ഏക ദൈവ വിശ്വാസത്തോടുകൂടി തൗഹീദോടെ ജീവിച്ച് തൗഹീദ് മരിച്ച് കൂടാതെ അത് ജീവിക്കുന്നത് വേദന اللهم اغفر للمؤمنين والمؤمنات والمسلمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم. اعوذ من شر ما استعاذ نبيك محمد صلى الله عليه وسلم. انت المستعان بالله لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما اللهم إنا نسألك الجنة الفردوس ونستجير من النار. اللهم إنا نسألك الجنة الفردوس ونستجير من النار. اللهم إنا نسألك الجنة الفردوس ونستجير من النار. ربنا تقبل منا دعانا إنك أنت السميع العليم وعلمنا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. الله ഈ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ ധാരാളമായുണ്ട്. ഞങ്ങൾ രോഗികളായവരുണ്ട്, കുടുംബങ്ങളിലുണ്ട്, വീടുകളുണ്ട്, ആശുപത്രികളുണ്ട്, ഐസിയുകളുണ്ട്. അവരെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ജനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ തുറവി ആക്കി നൽകി തരണമേ. അള്ളാഹുവേ, ഞങ്ങൾ ഇന്നോടെല്ലാം ഞങ്ങൾ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ യാത്ര പോയവരുണ്ട്, അവിടെ കഴിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാത്ര തിരിച്ചു വരേണ്ടവരുണ്ട്, പോകേണ്ടവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും തുറവി നൽകണമേ. അള്ളാഹുവേ, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു പ്രയാസവും ഞെരുക്കങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈമാനിൽ നിന്നും അല്പം പോലും തെറ്റാതെ യഥാർത്ഥ മുഅ്മിനായി തന്നെ ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. പലവരും ഈമാൻ തെറ്റി ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പിശാചിക പ്രേരണങ്ങളിൽ ഞങ്ങളെ തടഞ്ഞ് തൗഹീദോടുകൂടി തന്നെ ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസത്തോടുകൂടി തന്നെ ജീവിച്ചു മരിച്ച് ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളും അകറ്റി തന്ന് എന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ കുടുംബങ്ങളോടുകൂടി നീ ഒരുമിരിക്കപ്പെട്ടണമേ. അമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.